ഗാസയിലെ കൂട്ടക്കുരുതി ഇസ്രായേലിന് തിരിച്ചടിയാകുന്നു. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് ആവശ്യപ്പെടുന്നത് ജൂതന്മാർ തന്നെയാണ്. 450-ലേറെ പ്രമുഖരായ ജൂതന്മാരാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥർ, ഓസ്കാർ ജേതാക്കൾ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് തുറന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഗാസ വംശഹത്യയെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി വേണമെന്നും UN-നോടും ലോക നേതാക്കളോടും കത്തിൽ ആവശ്യപ്പെടുന്നു. പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. 6 ദിവസം കൊണ്ട് നടത്തിയ പോളിൽ പങ്കെടുത്ത 58% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചപ്പോൾ 33% പേർ ഇതിനെ എതിർത്തു. 41% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. പോളിൽ പങ്കെടുത്തവരിൽ 60% പേർ ഗാസയിലെ ഇസ്രായേലിന്റെ നടപടി അതിരുകടന്നതാണെന്ന് പറഞ്ഞു.